ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാനാണ് നിങ്ങളുടെ പൊന്നിക്കുട്ടൻ. രാവിലെ തന്നെ എന്നെ കുളിപ്പിച്ച് റെഡിയാക്കി ഇവർ വാമന വേഷം കെട്ടിച്ചു ഗൈസ്. എൻ്റെ ആദ്യത്തെ ഓണമാണെന്ന് പറഞ്ഞ് എന്നെ കോമാളി വേഷം അങ്ങനെ കെട്ടിച്ചുകൊണ്ട് ഇരിച്ചാണ് ഈ അമ്മയും പപ്പയും കൂടി. ഞാൻ ഇന്ന് സദ്യ ഉണ്ടു, നല്ലോണം ഉറങ്ങി കളിച്ചു. ഇന്ന് വല്യമ്മാവൻ വന്നല്ലോ എന്നെ കാണാൻ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കാണണം കേട്ടോ. ഇത് ഞങ്ങളുടെ ഫോട്ടോ സെഷൻ. ഫ്ലാറ്റിൻ്റെ താഴെ പോയി ഫോട്ടോ എടുത്തതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഹായ്, ഞാൻ സുന്ദരിക്കുട്ടി ആയിട്ടില്ലേ? ഞാൻ സുന്ദരിക്കുട്ടി ആയിരുന്നെന്ന് എനിക്കറിയാലോ. എല്ലാവരും പറഞ്ഞു ഞാൻ സുന്ദരിക്കുട്ടി ആയിരുന്നെന്ന്. ഇതെൻ്റെ വല്യമ്മ എനിക്ക് തന്നെ ഓനക്കോടിയാണ്. ഇന്ന് എനിക്ക് 3 കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു. കുഞ്ഞാ നമ്മളെന്താ ചെയ്യണേ? അമ്മ അവിടെ എന്താ ചെയ്യണേ? പൂക്കളിടണേ. പൂക്കളിടണേ. ഹായ് ഗൈസ്, ഞങ്ങളിവിടെ ഓണപ്പൂക്കളിടാണ് ഗൈസ്. ഞങ്ങൾ ഓണപ്പൂക്കളിടാണ് ഗൈസ്. അല്ലേ? അവിടെ നോക്ക്, ഇവിടെ നോക്കി പറ കുഞ്ഞാവേ. അതിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണ്. ഇന്ന് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാ ടീച്ചർമാർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. എന്നിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം കണ്ട പറ. ഹാപ്പി ഓണം. ഹേയ് ഹാപ്പി ഓണം പിന്നെ പറഞ്ഞ ഇങ്ങനെ ഹേ. ഹാപ്പി ഓണം പറ കുഞ്ഞാവേ. എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. ഹേ ഹെറെന്നാണ് ഹാപ്പി ഓണം പറയണേ. എൻ്റെ അമ്മയുടെ പഴയ ഓണമുണ്ടെടുത്താണ് എന്നെ ഇവർ വാമനവേഷം കെട്ടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കോടി ഉടുപ്പ് തന്നു. ഇതാണ് ഞങ്ങളുടെ 2 പൂക്കളം. 2 പൂക്കളം കാണിച്ചു തന്ന് എനിക്ക് പാപ്പ തന്നു. ഞാൻ ഇന്ന് പ്രതിഷേധത്തിലായിരുന്നു. ഓൺലി ബ്രഷ് മിൽക്ക്, നോ അതർ ഫുഡ്. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ മോട്ടീവ്. സദ്യ ഉണ്ണനം വരെ ഞാൻ അങ്ങനെ പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. പൂക്കളത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു, പൂക്കളത്തിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു, ഗ്രൂപ്പ് എടുത്തു, എൻ്റെ സിംഗിൾ എടുത്തു, എൻ്റെ ഡബിൾ എടുത്തു. എന്തോ ഒരു ഫോട്ടോയൊക്കെ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത് മതിയായി ഗൈസ്. പിന്നെ ഞാൻ ചിരിച്ചു കൊടുത്തു, കരഞ്ഞു കൊടുത്തു, ചിരിച്ചു കൊടുത്തു, കരഞ്ഞു കൊടുത്തു. ഇത് തന്നെയായിരുന്നു എൻ്റെ ഇന്നത്തെ പരിപാടി. ഞാനിന്ന് ജിറാഫിനെ തിന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മയുടെ ഓണമുണ്ട്. അമ്മയുടെ ഓണമുണ്ട് ഞാനും കൊടുത്തു. ഇത് പപ്പ എനിച്ചുണ്ടാക്കിയ ഓലക്കുര. ആ ഓലക്കുര ഞാൻ പിരിച്ചു, ഞാൻ കടിച്ചു, ഞാൻ തപിത്തി, ഞാൻ ഫോട്ടോ എടുത്തു. ഹായ്, നല്ല രസം. വെച്ച അച്ചാച്ച റിമൂവ് ചെയ്ത് കളഞ്ഞോളാന്നൊക്കെ പറയുന്നത് ചെയ്തു. അങ്ങനെ വെച്ചത് അച്ചാച്ച കാത്തി കളഞ്ഞോളാണ് ഈ കാണുന്നത് നിങ്ങൾ. പോലെങ്കിലും ശരിക്കും അച്ചാച്ച ഉണ്ടായിരുന്നു. ഷൂസ് നോക്കി നിങ്ങൾക്ക് കഴിയാനാ. അതോ പാട്ടും പാടുന്നല്ലോ. നിങ്ങൾ ഇപ്പൊ കണ്ട വില്ലനാണ് എൻ്റെ വല്യമ്മാവൻ. വല്യമ്മാവൻ എനിക്ക് ഒരേ ബർത്ത്ഡേ. വല്യമ്മാവൻ പാപ്പൻ ഞാൻ വന്നല്ലോ ഓണത്തിന്. അപ്പം ഞങ്ങൾ അങ്ങനെ സദ്യയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി 1 by 1 ഓരോന്ന് ഇവർ ഇലയിൽ വിളമ്പി തന്നുകൊണ്ടിരുന്നു. എൻ്റെ ഇലയിൽ ആദ്യം ഇച്ചിരി പരിപ്പും ഇച്ചിരി ചോറ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നെ എല്ലാം ഇച്ചിരി ഇട്ടു. ഞാനാരാ മോള് കണ്ണ് തട്ടുന്ന നേരം കൊണ്ട് ഒരു ഇച്ചിരി കാലം ഞാനും അകത്താക്കി.
അപ്പോഴത്തേക്ക് അമ്മ ബാക്കി എല്ലായിടത്തും ഞാൻ തിന്നു എനിക്ക് തിന്നാതിരിക്കാൻ വേണ്ടി. അവസാനം പാവം ഞാൻ പരിപ്പും ചോറും കൂട്ടി തന്നെ ചോറ് കൊണ്ടു. അത് നിങ്ങൾക്ക് കാണാട്ടോ, നല്ല സ്വാദായിരുന്നു, നല്ല രസമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സദ്യ. എല്ലാ കറികളൊന്നും ഇല്ലെങ്കിലും ആവശ്യമുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. രാവിലെ ഫേവറേറ്റ് വലിയ പപ്പടം. ഫസ്റ്റ് ഓണം മറ്റേ ഫാസിലോനാണോ? അപ്പൊ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഓണം സെലിബ്രേഷൻ. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ എന്നോട് പറഞ്ഞറിയിക്കണേ. ഇനി എത്ര ഓണം ഉണ്ണാൻ കിടക്കുന്നു എന്നൊക്കെ ഒരുപാട് ഓണം കൊണ്ട് ആൾക്കാരാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. ഞാനും ഭാവിയിൽ പയ്യും ഞാൻ നിന്നേക്കാൾ കുറേ ഓണം ഉണ്ടെത്തിൻ്റെ ആരോടെങ്കിലും ഒക്കെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഓണം സെലിബ്രേഷൻ, ബാംഗ്ലൂർ ഓണം സെലിബ്രേഷൻ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് സോ മെനി താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഉമ്മ. പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ അവളെ സ്വയം നിങ്ങളോട് ഹാപ്പി ഓണം പറയാനാണ് നിങ്ങൾ ഈ കേൾക്കണേ.